വീഡിയോ നമ്മുടെ സർവൈവൽ സീരീസിൻ്റെ എപ്പിസോഡ് 4 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഈ എപ്പിസോഡിൻ്റെ മെയിൻ ഗോളായിരിക്കും ഒന്നാമത് നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വീട് ഫുൾ ഉണ്ടാക്കിയായിരുന്നു. വീട്ടിൽ ഞാൻ ടോർച്ചസ് ഒന്നും വെച്ചിട്ടില്ല, പിന്നെ മുകളിലോട്ടേക്ക് പോകാൻ സ്റ്റേഴ്സ് ഒന്നും വെച്ചിട്ടില്ല. അതൊക്കെ എനിക്ക് വയ്ക്കണം. പിന്നെ എനിക്ക് അടിയിലോട്ട് ഒരു ഫ്ലോറും കൂടി ഉണ്ടാക്കണം, ബേസ്മെൻറ്റ്. ആ ബേസ്മെൻറ്റിലായിരിക്കും ഞാൻ എൻ്റെ സ്റ്റോറേജ് എല്ലാം വെക്കണം. ഇപ്പോൾ ഒരു വലിയ ബേസ്മെൻ്റ് ആയിരിക്കും. ബാക്കി ഇച്ചിരി വുഡ് വന്നിട്ടുണ്ട്. ആ വുഡും വെച്ചിട്ട് ഞാൻ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു വലിയൊരു ചെസ്റ്റ് റൂം ഉണ്ടാക്കണം അടിയിൽ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. പിന്നെ ആദ്യം തന്നെ ഇച്ചിരി വുഡ് ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, കാരണം എൻ്റെ കയ്യിൽ ഒരു പീസ് കോൾ പോലും ഇല്ല. അപ്പോൾ നമുക്ക് ഈ വുഡ് സ്മെൽറ്റ് ആവുകയാണെങ്കിൽ വെച്ച് നമുക്ക് ചാർക്കോൾ കിട്ടും. ഈ ചാർക്കോൾ നമുക്ക് സ്റ്റിക്കിൻ്റെ കൂടെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ടോർച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ടോർച്ച് വയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ലാൻറ്റേൺസ് വയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇതില്ല, അയൺ ഇല്ല. അയണങ്ങാണ്ട് വേണം. പറഞ്ഞ പോലെ എനിക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ലാൻറ്റേൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇതില്ല, എൻ്റെ ഇത് നഗറ്റ്സ് ഇല്ല. ഈ നഗറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ കൂടിപ്പോയി എനിക്ക് ഇപ്പോൾ 2 അയൺ ഇങ്ങോട്ടുള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ കൂടിപ്പോവുകയാണെങ്കിൽ എനിക്ക് 2 ലാൻറ്റേൺസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതും വെച്ചാൽ നമുക്ക് ഒട്ടും യൂസ് ഉണ്ടാവില്ല, കാരണം എൻ്റെ വീട്ടിൽ 4-5 എണ്ണം വേണം. അപ്പോൾ ഞാൻ അതിന് പകരം താൽക്കാലികമായിട്ട് നമുക്ക് ടോർച്ച് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ ടോർച്ച് ഉണ്ടാക്കി യെസ് ആവശ്യത്തിന് ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട് ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് ഓരോ കോർണേഴ്സിൽ ഇങ്ങനെ വയ്ക്കാൻ പറ്റില്ല. ഇങ്ങനെ വയ്ക്കുമ്പോൾ പിന്നെ നമുക്ക് ഇനി മുകളിലോട്ടേക്ക് ഇച്ചിരി സ്റ്റേഴ്സ് പണിയണം. അപ്പോൾ സ്റ്റേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഭാഗത്തോടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് കയറാം. ഞാൻ ഇങ്ങനെ വരും, ഇവർക്കും ഈ മുകളിലേക്ക് കയറണമെങ്കിൽ ഇങ്ങനെ കയറി പോവുക. അപ്പോൾ അങ്ങനെ സുഖമായിട്ട് കയറി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണമെന്ന്. പിന്നെ ഇവിടെ സ്മെൽറ്റിംഗ് ഏരിയ വയ്ക്കാം. നമുക്ക് ഇവിടെ ഇതൊക്കെ നിറച്ച് ഫർണസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും എൻ്റെ ആ ഫ്ലോറ് എൻ്റെ ഒരു ബെഡ്റൂം ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് ബെഡ്റൂം ആ ഫ്ലോർ ആക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ സ്റ്റേഴ്സും ഇതെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് കാണാം. ഗൈസ്, ഞാൻ 12 സ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബെർച്ചിൻ്റെ തന്നെ സ്റ്റേഴ്സ് ഉണ്ടാക്കിയേക്കണം, കാരണം നമ്മുടെ ഈ വീടിൻ്റെ കൂടെ ചേരും. പിന്നെ എനിക്ക് ഈ ബെഡ് അങ്ങോട്ടേക്ക് മാറ്റണം, ഈ ബെഡ് മുകളിലോട്ടേക്ക് മാറ്റണം. നമുക്ക് ഇനി അതൊക്കെ മുറിക്കണം. ഇപ്പോൾ രാത്രിയാകുമ്പോൾ പോകണം. അപ്പോൾ നമുക്ക് ബെഡ് കിടന്ന് ഉറങ്ങാൻ നോക്കാം. ഇപ്പോൾ രാത്രി തന്നെയാണ്, ഈ രാത്രി. ഇത് തുറന്നു നോക്കിയാൽ നമുക്ക് ഇച്ചിരി ചാർക്കോൾ കിട്ടും. ഇത് പിന്നെ നമുക്ക് ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഈ വുഡ് താഴോട്ടേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചാർക്കോൾ വെച്ചിട്ട് നമുക്ക് ആ പൊട്ടാറ്റോ ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് അതിങ്ങനെ വെച്ചിട്ട് നമുക്കിതിങ്ങനെ വരാം. അപ്പോൾ ഞാൻ സ്റ്റേഴ്സ് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു ഏകദേശം ഇവിടെ വയ്ക്കാം. എന്തത് ഈ സ്റ്റേഴ്സ് ഞാൻ സെറ്റാക്കിയിട്ട് കാണാം ഗൈസ്. ഇച്ചിരി നേടെ വെക്കും ഗൈസ്. അപ്പോൾ ഞാൻ സ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഈ സൈഡിൽ ഈ ഉള്ളിലത്തെ ആവശ്യമായിട്ട് പ്ലാന്റ്സ് ഒന്ന് പറിച്ചെടുക്കാം. ഇവിടെ ഇച്ചിരി കൂടി സ്പേസ് കിട്ടും. നമുക്കിവിടെ എന്തെങ്കിലും വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉദ്ദേശിക്കാം. അപ്പോൾ ഈ വിൻഡോ കവർ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ സെറ്റായി. ഇതും കൂടി പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സ്റ്റേജ് സെറ്റാവും. ഈ അടിയിലത്തെ ഇതും കൂടി പൊട്ടിച്ചാൽ മതി. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ കറക്റ്റ് ഇതും പൊട്ടി. അപ്പോൾ ഇതിങ്ങനെയുണ്ട് ഗൈസ്. ഇപ്പോൾ ഇത് സെറ്റായി. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റേഴ്സ് കയറി നമ്മുടെ ഇവിടെ എത്താൻ പറ്റും. ഈ ഫ്ലോറിൽ നമുക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മുടെ വീടിൻ്റെ ചെറിയ ഡെക്കറേഷൻസ്. ഇനിയിപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഫ്ലോറിലെ ഡെക്കറേഷൻസ് നോക്കാം. എനിക്ക് പറ്റുന്ന തരം ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് എനിക്ക് ഇച്ചിരി ഫർണസ് വേണ്ടി വരും. ഞാൻ അവിടെ സ്മെൽറ്റ് റൂം ആക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏറ്റവും ഈ ഫർണസ് എടുക്കാം. അല്ല, ഈ ഫർണസ് ഇപ്പോൾ ഉപയോഗത്തിലാണ്. നമുക്ക് ഇച്ചിരി സ്റ്റോൺ മൈൻ ചെയ്തിട്ട് ആ സ്റ്റോൺ വെച്ചിട്ട് ഫർണസ് ഉണ്ടാക്കാം. നമുക്ക് ഇങ്ങോട്ട് ചാടരുത്, ഇവിടെ മറ്റേ വെള്ളമുണ്ട്. ഇവിടെ എവിടെയും നോക്കാം, ഗൈസ്. ഞാൻ സ്റ്റോൺ മൈൻ ചെയ്ത് ആവശ്യത്തിന് ഫർണസ് ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. ഈ 5 ഫർണസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് 40 സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ടേക്ക് പോവാം.
അതിൻ്റെ കൂടെ എനിക്ക് ഒരു ഇച്ചിരി കോൾ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. കോളിൻ്റെ വലിയൊരു വെയിൻ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അതും മൈൻഡ് ചെയ്തു. അപ്പോൾ എനിക്കൊരു ഏകദേശം 19 കോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് മുകളിലോട്ടേക്ക് പോവുക. പക്ഷെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഫർണസിൽ ഇച്ചിരി ഫുഡ് കിടപ്പുണ്ടാവും. ഈ ഫർണസ് കുക്കിങ് തീർന്നു. ഈ ഫർണസും പൊട്ടിച്ചിട്ട് എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളിൽ നിന്ന് 8 ഫർണസ് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 6 ഫർണസ് ഉണ്ട്. ഒരെണ്ണം കൂടി മറ്റേ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരെണ്ണം കൂടി കൂട്ടിയിട്ടാണ് 6 ആയത്. നമുക്ക് തുറന്നിട്ട് അകത്തോട്ടേക്ക് കയറാം. നമുക്ക് ഈ ഫർണസ് ഒന്ന് ഇങ്ങനെ വയ്ക്കാം. സോ നമുക്കൊരു ഫർണസിന് വേണ്ടി ഒരു സ്ഥലം കിട്ടി. നമുക്ക് ഈ സൈഡ് നമുക്ക് ചെറിയ ബാരലൊക്കെ വയ്ക്കാം. ഈ കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ ബാരൽ വയ്ക്കാം. ഇവിടെ നമുക്ക് ഇച്ചിരി ബാരൽ വയ്ക്കാം. പിന്നെ ഇവിടെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളും മറ്റു സാധനങ്ങളൊക്കെ വയ്ക്കാം. നമുക്ക് അതൊക്കെ വയ്ക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ അതിന് മുമ്പ് ഒരു ആക്സ് ഉണ്ടാക്കണം. ആക്സ് ഉണ്ടാക്കാൻ പോലും എൻ്റെ കയ്യിൽ കോബിൾ സ്റ്റോൺ ഇല്ല. നമുക്ക് ഇവിടെ നിന്നൊരു കോബിൾ സ്റ്റോൺ ഉണ്ടായിരുന്നു. അത് എടുത്തിട്ട് നമുക്ക് ഇവിടെ വെച്ചൊരു കോബിൾ സ്റ്റോൺ നോക്കാം ആക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു കോബിൾ സ്റ്റോൺ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇതിൻ്റെ ഉള്ളിലോട്ട് ചാടരുത്. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചാടി ചത്തേനെ. ഉള്ള സാധനങ്ങളെല്ലാം പോയേനെ. അപ്പോൾ നമ്മൾക്ക് ഈ സ്റ്റോണും ഒരു സ്റ്റോൺ ആക്സ് ഉണ്ടാക്കിയിട്ട് കാണാം. കാരണം അത് ആവശ്യമാണ്. കാണാനില്ല അതേ കിടക്കുന്നു സ്റ്റോൺ ആക്സ്. ഇതൊന്ന് കുഴിക്കാം. കുഴിച്ചിട്ട് ഇതെന്തത് 2 പീസ് അയം കൂടി എടുത്തിട്ട് അയ്യോ അവിടെ ക്രീപ്പർ ഉണ്ടായിരുന്നു. അതിനെ ഇഗ്നേറ്റ് ചെയ്താൽ ഞാൻ ഒരു ചെറിയ ക്രീപ്പറിനെ പൊട്ടിച്ചിട്ട് അവന്മാരെ കൊന്നു. എൻ്റെ ഷീൽഡ് ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നമുക്ക് ബെറിച്ചിലേക്ക് മാറിയിട്ട് നമ്മളതിൽ ഇത് പിടിക്കുക. ഡേർട്ട് വെച്ച് ബിൽഡപ്പ് ചെയ്ത് പോവുക. ഇവിടെ നിന്നാണ് ഇപ്പം ഇങ്ങനെ പോവാം. ഗായ്സ് അപ്പോൾ നമുക്ക് സ്റ്റോൺ ആക്സ് ഉണ്ടാക്കുന്ന സാധനം ഉണ്ട്. പിന്നെ അതും കൂടി ഉണ്ടാക്കാം. ഇത് 2 എണ്ണം ഇങ്ങനെ വയ്ക്കാം. ഈ 3 എണ്ണം ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ ഈ സ്റ്റോൺ ആക്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ സാധനം സുഖമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നമുക്ക് ഈ സ്ഥലം ഞാൻ പറ്റുന്നതരം ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാം. ഗായ്സ് അപ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട് ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിറച്ചും ഫർണസ് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിറച്ചും സ്പേസിന് വേണ്ടി ബാരൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉള്ള എല്ലാ കാര്യങ്ങളും വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ബെഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബെഡ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ബെഡിൻ്റെ കൂടെ സ്റ്റേഴ്സ് ഇങ്ങനെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഞാൻ എൻ്റെ തലയോന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ എത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമ്മൾ അടുത്തോടെ വർക്ക് ചെയ്യേണ്ടത് നമുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ അണ്ടർഗ്രൗണ്ട് ചെസ്റ്റ് റൂമാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് മുറിച്ചെടുത്തിട്ട് താഴോട്ടേക്ക് ഒഴിക്കുക. ഒരു ഏകദേശം 4-5 ബ്ലോക്ക് താഴോട്ടേക്ക് പോവുക. ഇങ്ങനെ പോയിട്ട് അതിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു നല്ലൊരു വലിയ റൂം കുഴിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ഒരു ചെസ്റ്റ് റൂമാക്കാം ഗൈസ്. പിന്നെ അത് ചെയ്തിട്ട് കാണാം. ഗൈസ് നമ്മുടെ ചെസ്റ്റ് റൂം ആ സൈഡിൽ വയ്ക്കണ്ടാന്ന് വിചാരിച്ചു. കാരണം അവിടെ ലാവാപ്പൂളാണ് ആ ഡയറക്ഷനിൽ. അങ്ങോട്ട് അങ്ങനെ ചെന്ന് പെട്ടാൽ അവിടെ ലാവാപ്പൂൾ മുഴുവൻ പോകും. അപ്പോൾ നമുക്ക് വേറെ സൈഡിലോട്ട് വയ്ക്കാം. അപ്പോൾ ഈ ചെസ്റ്റ് റൂം സീക്രട്ട് അണ്ടർഗ്രൗണ്ട് ആർക്കും കാണാത്ത രീതിയിലൊക്കെ വെക്കണം. അപ്പോൾ നമുക്ക് അതും ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നമ്മളിങ്ങനെ കയറി ചെല്ലും. അപ്പോൾ ഇവിടെ നമ്മൾ കുഴിക്കുകയാണെങ്കിൽ ആ ഓഷ്യനിലോട്ട് കയറും. അപ്പോൾ നമ്മൾ ഇത് മുകളിലോട്ടേക്ക് പോകണ വഴി ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് പോകണ വഴി. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ അടിയിൽ നമുക്ക് കുഴിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കുഴിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ചെസ്റ്റ് റൂം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ചെസ്റ്റ് റൂം ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്റ്റേഴ്സ് രീതി ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് ട്രാപ്പ് ഡോർ വഴി ഉണ്ടാക്കാം. ഏത് വഴിയാണെങ്കിൽ നമുക്ക് ചെയ്യാം.
പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രാപ്പ് ഡോർ വഴിയാണ്. കാരണം അത് ഒരു വാർഡ്രോബ് പോലെ വയ്ക്കാം നമുക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വാർഡ്രോബ് പോലെ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. വാർഡ്രോബ് പോലെ ഉദ്ദേശിച്ചത് നമുക്കിപ്പോൾ ഒരു അലമാരയില്ലേ, അലമാര നമ്മൾ സൈഡിൽ ഇങ്ങനെ വയ്ക്കും. അലമാരയുടെ വാല് തുറക്കും, നമ്മളിങ്ങനെ താഴോട്ട്, ഇവിടെ ഒരു ചെസ്റ്റ് ട്രാപ്പ് ഡോർ ഉണ്ടാകും, അവിടെ അത് തുറക്കും, നമ്മൾ താഴോട്ടേക്ക് വീഴും. പിന്നെ ഈ വേറൊരു സൈഡിൽ അലമാര വയ്ക്കും, അല്ലെങ്കിൽ വേണ്ട ഈ സൈഡിൽ തന്നെ വയ്ക്കാം. 2 ബ്ലോക്ക് അലമാര വയ്ക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഈ സൈഡിൽ കൂടെ താഴേക്ക് വിടാം, ഇവിടെ ലാഡർ വെച്ചുണ്ടാവും നമുക്ക് പൊങ്ങി വരാൻ വേണ്ടി. അങ്ങനത്തെ ഒരു ഐഡിയ. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്കൊരു ചെസ് റൂം സെറ്റാകും. പിന്നെ ഏകദേശം നല്ലൊരു വലിയ ചെസ് റൂമാണ്. എനിക്കൊരു നല്ലൊരു ആർമർ സെറ്റാവണ വരെ ഞാൻ നല്ലൊരു ചെസ് റൂമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് ചെസ്റ്റ് വേണ്ട വരും. അപ്പോൾ അതിനും വേണ്ടി ഒരുപാട് വുഡ് വേണ്ട വരും. പക്ഷെ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ ബാക്കി വുഡ് കിടപ്പുന്നുണ്ട്. നമ്മുടെ വീട് പണിഞ്ഞതിൻ്റെ ഇപ്പോൾ 2 സ്റ്റാക്ക് വുഡ് എങ്ങാണ്ട് ബാക്കി കിടപ്പുന്നുണ്ട്. ഇവിടെ ആ ചെസ്റ്റിലല്ല, ഇവിടെ ഞാൻ വച്ചായിരുന്നു, മൂവ് ചെയ്തായിരുന്നു. ഏകദേശം ഈ ബാരലേ കണ്ട് അതെ കിടപ്പുന്നത്. 3 സ്റ്റാക്ക് വുഡ് നമ്മുടെ കയ്യിൽ കിടപ്പുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു സ്റ്റാക്ക് നമുക്ക് ചെസ്റ്റ് റൂം ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, ബാക്കി 2 സ്റ്റാക്ക് നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അങ്ങനത്തെ സെറ്റപ്പ് ആക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടേക്ക് ഒഴിച്ചു പോയാൽ, ഇവിടെ നിന്നല്ല മാറിപ്പോയി, ഈ സൈഡിൽ നിന്ന് നമുക്ക് താഴോട്ടേക്ക് ഒഴിച്ചു പോയാൽ ഇവിടെ സ്ഥലത്തെത്താം. ഇങ്ങനെ ഇച്ചിരി ഡീപ്പ് പോവുക, അത് നല്ലതാണ്. ഇച്ചിരി ഡീപ്പ് പോകണത് നല്ലതാണ്. ഈ സ്റ്റോൺ ഏരിയ മാത്രമുള്ള, അപ്പോൾ നമുക്ക് ഈ ശരിക്കും ഡേർട്ട് മൈൻ ചെയ്യുന്നതിനേക്കാൾ നല്ല സ്റ്റോൺ മൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ബിൽഡിൻ്റെ സ്റ്റോൺ ആവശ്യം വരുമെങ്കിൽ നമുക്ക് അത് എടുക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഈ സ്ഥലം നിന്ന് കുഴിച്ചെടുത്തിട്ട് കാണാം ഗൈസ്. ഈ ഏരിയയിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഒരു കോളിൻ്റെ ഒരു വലിയ വെയിൻ കിട്ടി. അതിൽ നിന്ന് എനിക്ക് 29 എണ്ണം കിട്ടി കോള്. ഇനി നമുക്ക് പിന്നെ മൈനിങ് ചെയ്തല്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഫുൾ ചെസ്റ്റ് റൂം റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ആവശ്യത്തിന് കൂടുതലുള്ള ചെസ്റ്റ് ഉണ്ട്. എൻ്റെ അപ്പോൾ എല്ലാ റിസോഴ്സസും ഇങ്ങോട്ടേക്ക് നീക്കാനൊക്കെ പറ്റും. ഞാൻ നീക്കാനും പോവുകയാണ്. അപ്പോൾ ഗൈസ് സീക്രട്ട് ചെസ്റ്റ് റൂം പോലെയാണ്, എന്നാൽ അത്രയ്ക്ക് സീക്രട്ട് അല്ല. ഇവിടെ ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വയ്ക്കാം, അപ്പോൾ ശ്രദ്ധ അങ്ങനെ ഇവിടെ വരില്ല. ഇപ്പോൾ ഇങ്ങനെയുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇങ്ങനെ അകത്തോട്ട് കയറും. അപ്പോൾ ഇത് മാറ്റാം, ഇതിങ്ങനെ വയ്ക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ സീക്രട്ട് ചെസ്റ്റ് റൂം റെഡി ആയി ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ സ്ഥലം കാണാൻ പറ്റും. ഈ ചെസ്റ്റ് റൂം, ഇവിടെ നമ്മുടെ എല്ലാ വാല്യുബിൾസും എല്ലാം വയ്ക്കും. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബും ലൈക്ക് ചെയ്താൽ വീഡിയോ പോവുള്ളൂ ഗൈസ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇച്ചിരി കഷ്ടപ്പാടാണ് ഗൈസ് ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ. പ്ലീസ് 1 മണിക്കൂർ എടുത്തിട്ടാണ് ഉണ്ടാക്കിയത് ഗൈസ്. ഈ സ്ലാബ് കൂടെ വയ്ക്കരുത്, അല്ലെങ്കിൽ കയറാൻ പറ്റൂല ഉള്ളിട്ട് ഗൈസ്. അപ്പോൾ ഇത് 1 മണിക്കൂർ കൂടുതൽ എടുത്തിട്ട് ഈ വീഡിയോ എടുക്കാൻ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്നാൽ ശരി ഗൈസ്, ബൈ.